അഭിനൂർക്ക് ഇവിടെ CPM എന്ന് പറയുന്ന സംഘടനയെപ്പറ്റി നിങ്ങൾ എന്ത് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചാലും അതിൻ്റെ സംഘടനാ ശരീരത്തെപ്പറ്റി നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. 2019 ഇതിലും അല്ലെങ്കിൽ ഇതിനോളം പോകുന്ന വലിയ പരാജയമുണ്ടായി. അന്ന് ശബരിമല ഒരു കാരണമായി. ആ ശബരിമല കാരണത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിനുശേഷം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നഷ്ടപ്പെട്ട വോട്ട് ബാങ്കുകൾ ഒന്നാകെ തിരിച്ചുപിടിക്കാൻ CPM പറ്റുന്നുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിലെ ഉണ്ടായ പരാജയത്തിൽ ആലോചന തുടങ്ങുന്നു, അവർ തിരുത്താൻ തുടങ്ങുന്നു. ഇപ്പം മുഖ്യമന്ത്രി വർഗീസ് മോർ കൂർലോസിനെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഒരു കാരണം ഈ സൈബർ കടന്നൽ കൂട്ടം എന്ന് വിളിക്കുന്നവരുടെ പ്രശ്നമാണെന്ന് പറയുന്നു. MV ജയരാജൻ പരസ്യമായി തന്നെ പറയുകയാണ് അക്കൂട്ടം ഞങ്ങൾപ്പെട്ടവരല്ല എന്ന് പറയുകയാണ്. അഭിനോർക്കി അതായത് ഹാഷ്മി, അതിനകത്ത് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഞാൻ ആദ്യം വളരെ വ്യക്തമായിട്ട് പറയാം. CPM എന്ന് പറയുന്ന പ്രസ്ഥാനമോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ ഇടതുപക്ഷമോ ഇന്ത്യ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നോ അവർ മുക്തരാകണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല കോൺഗ്രസിൻ്റെ ഒരു വ്യക്തിത്വം എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അവർ കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകണമെന്നും പക്ഷേ അവരുടെ ദുഷിച്ച ചെയ്തികൾ മാറ്റിവെക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ എക്കാലത്തെയും ആഗ്രഹം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ സൈബർ മീഡിയയുടെ കാര്യം എടുക്കുക. ആരാണ് ഹാഷ്മി ഇതിൻ്റെ പ്രതി? ആരാണ് ഉത്തരവാദി? ആരാണ്? CPM പാല് കൊടുത്തു വളർത്തിയ മൂർഖന്മാരല്ലേ ഈ പോരാളി ഷാജിയും ചെങ്കോട്ടയും ചെങ്കതിരൊക്കെ നിയന്ത്രിക്കുന്നത്? ഇല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ സജീഷ്, നിങ്ങൾ തിരുത്തൽ ശക്തി ആവശ്യമുണ്ട്, ഈ മേഖലയിൽ തിരുത്തൽ വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിനു മുമ്പും ഈ സൈബർ കൂട്ടങ്ങളെ എത്രയോ പേരെ ആക്രമിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകളെ ആക്രമിച്ചത് പോകട്ടെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളെ മുഴുവൻ ആക്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരെ പലരെയും ആക്രമിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരായി ഇപ്പോൾ ഹാഷ്മി ഉൾപ്പെടെയുള്ളവരെ, താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെയുള്ളവരെ എത്ര പേരെ SDPI ആക്കി, അല്ലെങ്കിൽ ഹിന്ദു നാമധാരികളെ എത്ര പേരെ RSS ആക്കി. ഇതൊക്കെ ചെയ്ത സൈബർ കടന്നൽ കൂട്ടങ്ങൾ, ഇവരുടെ സൈബർ ഗ്രൂപ്പിൻ്റെ പേര് കടന്നൽ കൂട്ടമെന്നാണ്. എത്രയോ കടന്നൽ കൂട്ടങ്ങളുണ്ട്. ഈ കടന്നൽ കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ നാളിതുവരെ സാധിക്കാത്തതെന്നുകൊണ്ടാണ്. ഇപ്പോൾ ഈ നമ്മളെ ആക്രമിച്ചത് പോകട്ടെ, അത് മാറ്റിവെക്കുക. ഇപ്പോൾ CPM നേതാക്കന്മാരെ തന്നെ എത്ര പേരെ ആക്രമിച്ചു? ഇപ്പോൾ റഹീമിനെ പരസ്യമായി പോരാളി ഷാജി പേജിലൂടെ വെല്ലുവിളിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഈ പേജിൻ്റെ അഡ്മിനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല? ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വൈകി വന്ന വിവേകമാണെങ്കിൽ ഇന്ന് ശ്രീ MV ജയരാജൻ്റെ പടം ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വസ്തുതാപരമായ കുറേ കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാരും പണം വാങ്ങുന്നവരോ അല്ലെങ്കിൽ പണം മേടിച്ച് ബിനാമി ബിസിനസ് നടത്തുന്നവരോ അല്ല എന്നുള്ളതാണ്. ഒരു ഡിഫമേറ്ററി കേസ് ചാർജ് ചെയ്ത് ഈ പോരാളി ഷാജിയുടെ അഡ്മിന്മാരെ പിടിച്ച് ജയിലിലാക്കട്ടെ. അതല്ലേ തിരുത്തൽ? അതല്ലേ മാന്യമായതും ഉത്തരവാദിത്വപരമായ തിരുത്തൽ? സംസ്ഥാന സർക്കാരിനെ നടപടിയെടുക്കാമല്ലോ. 24 മണിക്കൂറിനുള്ളിൽ ശ്രീ പിണറായി വിജയൻ്റെ വീടാണെന്നുള്ള തെറ്റിദ്ധാരണ വരുത്തിയ പോസ്റ്റ് ഇട്ടവരെ ഗൾഫിൽ പോയി അറസ്റ്റ് ചെയ്ത കേരളത്തിലെ പോലീസിന് പോരാളി ഷാജി എന്ന പേരിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇടതുപക്ഷത്തിനെ ഡിഫെയിം ചെയ്യുന്ന ആ അഡ്മിന്മാരെ കണ്ടെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് കണ്ടെത്താൻ പറ്റാത്തത് ഈ പാർട്ടി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി, നാളിതുവരെ പൂർണ്ണ പിന്തുണ നൽകി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അപ്പം അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ പാല് കൊടുത്തു വളർത്തിവിട്ട മൂർഖൻ പാമ്പുകളാണ് ഇന്ന് നിങ്ങളെ തന്നെ കടിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതെന്തു ആയിക്കൊള്ളട്ടെ, അതിൻ്റെ നഷ്ടങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ തിരുത്തലുകളും ഒക്കെ നിങ്ങൾ വരുത്തുക. ഞങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായ നിലപാട് നിങ്ങളുടെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ വൃത്തികെട്ട ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് പലകുറി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി അതിനകത്തേട്ട് വരുന്നില്ല. ഇനി രണ്ടാമത്തെ ഭാഗം ശ്രീ ഹാഷ്മി ഇവിടെ ചോദിച്ച ഭാഗം. ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി അവർക്ക് സംഘടനാപരമായ ചില നല്ല ഗുണങ്ങളുള്ള പാർട്ടിയാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ്, അവർക്ക് പല രീതിയിലുള്ള ഗുണങ്ങളുള്ള പാർട്ടിയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു ഹാഷ്മി? ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ വളരെ കൃത്യമായി ഇവിടെ വിലയിരുത്തണം. അത് ആരാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും വിലയിരുത്തപ്പെടേണ്ടത് കേവലം ഏതെങ്കിലും വോട്ട് അങ്ങോട്ട് പോയതിൻ്റെയോ അല്ലെങ്കിൽ വോട്ട് ഇങ്ങോട്ട് വന്നതിനോ എന്നതിനപ്പുറം ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന വലിയൊരു ഷിഫ്റ്റ് ഉണ്ട്. അത് പല രീതിയിൽ അത് ആശയപരമായ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ RSSന് വോട്ട് ചെയ്യാൻ ഒരറച്ച് നിന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് ഇന്ന് ആ അറപ്പ് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായി CPM വിലയിരുത്തണം, എല്ലാ പാർട്ടിയും വിലയിരുത്തണം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ പ്രധാനമായും അത് CPM വിലയിരുത്തണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വർദ്ധിച്ച വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായ CPMൻ്റെ അടിസ്ഥാന കോർ വോട്ടുകളാണ് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്.
ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, അത് BJP-യിലോട്ട് പോയിട്ടില്ല എന്നൊരു വാദഗതി എനിക്കില്ല. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെയും പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ കാലങ്ങളിലും പോയിട്ടുണ്ട്. ആ പോയതിൻ്റെ ചില തിക്താനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങളത് കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. അതിനെ വസ്തുതാപരമായി വിലയിരുത്തണം, KPCCയും നമ്മളെല്ലാവരും വിലയിരുത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും നിലപാട്, പാർട്ടിയുടെയും നിലപാട്. പക്ഷേ CPM-ൻ്റെ നിലപാട് അതിനകത്ത് എന്താ? ഇപ്പോൾ CPM ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് ചില കണക്കുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ചില കണക്കുകൾ അങ്ങോട്ട് പോയി, കുറച്ചൊരു % ഇങ്ങോട്ട് കൂടിയിട്ടുള്ളൂ. നിങ്ങളുടെ വോട്ടുകൾ 5 ലക്ഷം കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ 4 ലക്ഷം കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ പോയാൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ CPM-ൻ്റെ കോർ വോട്ട് ബേസിലാണ്, അസ്ഥിവാരമാണ് തോണ്ടി ഇപ്രവശത്തേട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ CPM-ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ അത് ബൂമറാങ് ആകും എന്നുള്ളതിൽ സംശയമില്ല. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈ ധാർഷ്ട്യവും അഹങ്കാരവും തുടരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അത് എത്രമാത്രം തുടരുന്നോളും ഞങ്ങൾക്ക് അത്രമാത്രം ഗുണം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എങ്കിൽ പോലും ശ്രീ ഹാഷ്മി, ഞാൻ ആദ്യം പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ അവസാനിക്കരുത് എന്ന് ഒരു കോൺഗ്രസ്സുകാരൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജസ്ഥാനിലെ സിക്കർ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലം. ഇപ്പോൾ എന്തിനാണ് അവിടെ നാമമാത്രമായ CPM-ന് ഒരു സീറ്റ് നൽകി അവിടെ വിജയം ഉറപ്പുവരുത്താൻ ഒരു കോൺഗ്രസ്സുകാരൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം 3 സംസ്ഥാനങ്ങളിലെങ്കിലും CPM-ൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ രാജ്യത്ത് തകരരുത് എന്നുള്ളത് ആശിക്കുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഞങ്ങളുള്ള സീറ്റും കൊടുത്ത് CPM എങ്ങനെയെങ്കിലും സംരക്ഷിക്കപ്പെടണമെന്നും ഈനാമ്പച്ചിക്കും മരപ്പെട്ടിക്കും രാജസ്ഥാനിലെ സിക്കറിനെ എങ്ങനെ കാണണം? രാജസ്ഥാനിലെ സിക്കറിനെ എങ്ങനെ കാണണം? അവിടെ നിങ്ങൾ മുന്നണിയാണ്, ഇന്ത്യ സഖ്യമാണ് എന്ന് പറഞ്ഞാൽ സിക്കറിൽ CPM-ന് നേരത്തെ വോട്ടില്ലെങ്കിൽ അവിടെ CPM-ന് വോട്ടുള്ള പല മണ്ഡലങ്ങളുണ്ട്. ആ CPM വോട്ടുകൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിക്കറിൽ കോൺഗ്രസ് വോട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, 31,000 ചിലവാന വോട്ടിൽ നിന്ന് 6 ലക്ഷം വോട്ടായി സിക്കറിൽ അമ്രാറാമിൻ്റെ ഭൂരിപക്ഷം ഒക്കെ ശരിയാണ്. പക്ഷേ അതൊരു മുന്നണിയാണ്. ആ മുന്നണിയിൽ പല മണ്ഡലങ്ങളിൽ CPM വോട്ടുകൾ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങനെ ഇപ്പോൾ ഇന്ന് മാത്യുക്കൊള്ളാണെന്ന് പറയുന്നുണ്ട് സഭയിൽ, അതിനെ അങ്ങനെ പറയുന്നത് ശരിയാണോ ശ്രീ അബിൻ വർക്കി? അല്ല, അത് ശരി തന്നെയാണ് ഹാഷ്മി. അതിൻ്റെ കാരണം ഇപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് മുന്നണി അല്ലാതെ തന്നെ മത്സരിക്കാനുള്ള സാഹചര്യമുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണല്ലോ അവിടെ ഭരണത്തിലേറിയത്. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണ് ഈ തവണ 41% BJP-ക്കുള്ളപ്പോൾ 39% വോട്ടോട് കൂടിയാണ് ഞങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ഈ 41%-ത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത്. അത് വേറെ കാര്യം, കണക്കിലെ കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും കാലം ഇത്രയുമായിട്ട് ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു സഹായം വേണ്ടി വന്നിട്ടില്ല. ശരിയാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് CPM മത്സരിച്ചത് എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ മറ്റാരെയും ഇങ്ങനെ പരിഗണിച്ചിട്ടില്ലല്ലോ. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളരെ കൃത്യമായി അവിടെ പരിഗണിച്ചുകൊണ്ട് പുതിയതായി ഒരു സീറ്റ് അവിടെ നൽകിക്കൊണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഇറക്കിയ കുറിപ്പിൽ പോലും സ്റ്റിക്കറിൻ്റെ നേരെ ലെഫ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? അത് ഞങ്ങൾ കൃത്യമായി ഇവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ CPM-ന് ഒരു സീറ്റ് അവിടെ കൊടുക്കണം. ദുംഗർഗഡ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് CPM-ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട് % 27.99%. ധോഡിൽ കിട്ടുന്നത് 72,165 വോട്ട് 35.69%. ബാദ്രയിൽ കിട്ടുന്നത് 44.19%. എന്താണ് റേസിംഗ് നഗറിൽ കിട്ടുന്നത് 28.44%. രാജസ്ഥാനിൽ CPM-ന് വോട്ടില്ലാത്തവരല്ല. രാജസ്ഥാനിൽ പല മണ്ഡലങ്ങളിൽ CPM-ന് വോട്ടുണ്ട്. ആ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മുന്നണിയിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അബിൻ. അതായത് ശ്രീ ഹാഷ്മി, ഈ വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വോട്ടുകളൊന്നും സിക്കറിലായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി. ഇത് ഈ പോരാളി ഷാജിയുടെ ഒരു ഡീമെറിറ്റാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് അറിയോ? ഇപ്പോൾ പോരാളി ഷാജി കഴിഞ്ഞ ദിവസം വിട്ട ഫാക്ച്വൽ അല്ലാത്ത ഒരു കണക്കിൽ നിന്നാണ് ഹാഷ്മിയുടെ ഈ കണക്ക് വരുന്നത്. ഹാഷ്മി അത് എവിടെയെങ്കിലും വായിച്ചതായിരിക്കും. പക്ഷേ ഈ വോട്ടുകളൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഈ വോട്ടുകളൊന്നും സിക്കറിലായിരുന്നില്ല. പുറത്തുവിട്ടതനുസരിച്ച് സിക്കർ പാർലമെന്റ് മണ്ഡലം എന്നുള്ള നിലയ്ക്കാണ് അവർ പോലും പുറത്തുവിട്ടത്. സിക്കറിൽ നിങ്ങൾ അങ്ങോട്ട് വോട്ട് കൊടുക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ഇവർക്കുള്ള CPM വോട്ടുകൾ നിങ്ങൾ കിട്ടുന്നില്ലേ? സിക്കറിൽ മാത്രമാണോ രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ്? അല്ല, സിക്കറിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ രാജ്യത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾക്ക് വിഭിന്നമായ ചേരിയുമായിട്ട് ഒത്തുചേർന്നാണ് മത്സരിച്ചത്. രാജസ്ഥാനിൽ CPM-ന് പുതിയതായി ഒരു സീറ്റ് കൊടുക്കാൻ കാരണം ഒരു സംശയവും വേണ്ട ഹാഷ്മി, ഒരു സീറ്റ് രാജസ്ഥാനിൽ അവർക്ക് കിട്ടണം
എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ്. ശരി, ശരി, അതിനകത്ത് ഒരു സംശയവും വേണ്ട. ശരി, ആ ശരി. ആഗ്രഹം വരാനുള്ള കാരണം ഇവർ ദേശീയ പാർട്ടിയുമായി നിലനിൽക്കും. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞു വന്ന പോയിന്റ് പൂർത്തീകരിക്കാം. പൂർത്തിയാക്കും. ഒറ്റ കാര്യം, അതായത് ഈ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ശ്രീ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായ പരാമർശം എന്താണ്? ഇപ്പോൾ ശ്രീ കൂറിലോസ് തിരുമേനി അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റായ എന്തെങ്കിലും ശ്രീ ഹാഷ്മിയെ പോലെയുള്ള ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇടതുപക്ഷ ചിന്താഗതിക്കാർ എല്ലാം പറയുന്ന ചില കാര്യങ്ങൾ കൂറിലോസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിനെ പ്രകീർത്തിക്കേണ്ട ഘട്ടത്തിൽ, ശ്രീ പിണറായി വിജയനെ പ്രകീർത്തിക്കേണ്ട ഘട്ടത്തിലെല്ലാം അദ്ദേഹം പ്രകീർത്തിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലൊരാളെ ഇടതുപക്ഷ ചിന്താഗതി ഇപ്പോഴും ഹൃദയപക്ഷമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ ഒരു പിതാവിനെ വിവരദോഷി എന്ന് വിളിക്കാൻ പാകത്തിന് അസഹിഷ്ണുതയുള്ള ഒരു നേതൃത്വമാണ് ഇടതുപക്ഷത്തിന് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ CPM എങ്ങനെ നന്നാകുമെന്നാണ് ഹാഷ്മി പറയുന്നത്.